ത്രികോണ കണക്ക്. ഈ ഒരു ചിത്രം നോക്കിയാട്ടെ എല്ലാവരും. ഇതിൽ മുകളിലത്തെയും താഴത്തെ വരകൾ എന്താണ്? സമാന്തരമാണ്. ഈ ഒരു കോണം 40 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ കോണം നമുക്കറിയാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 150 ഈ കോണ് 40 മൈനസ് ചെയ്താൽ 140 കിട്ടും. ഈ കോണ് 140 ഡിഗ്രിയേക്കാൾ നമ്മൾ കുറച്ചിട്ട് വരയ്ക്കുന്നു. പൊട്ടേറ്റോ എടുക്കുന്ന 140 കുറച്ച് വരയ്ക്കുന്നത്. അതായത് അങ്ങനെ നമ്മൾ വരകൾ കൂട്ടിമുട്ടൂലേ? കുറച്ച് വരയ്ക്കുമ്പോൾ കൂട്ടിമുട്ടുമല്ലോ എന്തായാലും. അപ്പോൾ 140 60 ഡിഗ്രി അങ്ങ് കുറക്കണം. 140 60 ഡിഗ്രി കുറച്ചെന്ന് പറഞ്ഞാൽ 80 ഡിഗ്രി പൊട്ടേറ്റോ വെച്ചിട്ട് വരച്ചൊരു ത്രികോണം കിട്ടും നമുക്ക്. അതിലെ കോണുകൾ ഏതൊക്കെയായിരിക്കും ചോദിക്കുന്നത്. ഇത് 40ഉം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. 140 60 കുറച്ചായതുകൊണ്ട് 80. ഇവിടുത്തെ കോൺ എങ്ങനെ നമുക്ക് കിട്ടുക? ഈ കോൺ എങ്ങനെയാണ് കിട്ടുക എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ സമാന്തര വരകളെ ഇപ്പോൾ ഒരു വര മുറിച്ച് ഇപ്പോൾ വരച്ച ചെരിഞ്ഞ വര കൂട്ടിമുട്ടുമ്പോൾ താഴത്തെ വരയിലുണ്ടാകുന്ന ചെറിയ കോണാണ് ഇത്. ആദ്യത്തെ രണ്ട് സമാന്തര വരകളെ ഒരു ചെരിഞ്ഞ വര കൂട്ടിമുട്ടുമ്പോൾ താഴത്തെ വരയിലുണ്ടാകുന്ന ചെറിയ കോണാണ് ഇത്. അതിൻ്റെ അളവ് ഈ വര മുകളിലെ വരയുമായി ഉണ്ടാക്കുന്ന ഒരു ചെറിയ കോണിൻ്റെ അളവാണ്. അതായത് ഇവിടെ ഉണ്ടാക്കുന്ന അതേ അളവ് തന്നെയാണ് ഇവിടെ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അതായത് മുകളിലെ കുറഞ്ഞ 60 ഡിഗ്രി ത്രികോണത്തിലെ കോണായിട്ട് മാറും. ഇനി ഇങ്ങനൊരു ത്രികോണം നോക്കുക. അതായത് ത്രികോണത്തിലെ ഈ കോണിൻ്റെയും മുകളിലെ കോണിൻ്റെയും തുക 80 + 60 140 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് കോണിൻ്റെ തുക എത്രയാണ്? 140 ഡിഗ്രി. ഇനി ഈ ഒരു ചിത്രം നോക്കിയാട്ടെ. എന്താ തന്നിട്ടുള്ളത്? ഒരു ത്രികോണം തന്നിട്ടുണ്ട്. ഇവിടെ 50 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കോണും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമ്മൾ 50ൽ 180 50 കുറക്കുക. എത്രയാണ്? 130. അപ്പോൾ ഈ രണ്ട് കോണുകളുടെ തുക 130 കിട്ടേണ്ടത്. അപ്പോൾ ആ അളവുകൾ എത്രയായിരിക്കും വരിക എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താ? ത്രികോണത്തിലെ മറ്റ് രണ്ട് കോണുകളുടെ തുക നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 130. ആദ്യത്തെ കണക്കിൽ ത്രികോണത്തിലെ വലതുവശം വന്നത് സമാന്തര രേഖയ്ക്ക് പകരം ചെരിച്ച് വരച്ചിട്ടുള്ളതാണ്. ഇവിടെ വേറെ രീതിയിൽ ആലോചിച്ചാൽ ചെരിഞ്ഞ വലതുവശത്തിന് പകരം സമാന്തരം വര. അത്തരമൊരു വര ഇടതുവശത്തുമായി ഉണ്ടാക്കുന്ന കോൺ എത്രയായിരിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടണം? 130 കിട്ടണമെന്ന് പറഞ്ഞു. ത്രികോണത്തിലെ മേൽക്കോണ്. അപ്പോൾ ത്രികോണത്തിലെ ഈ കോണുകളുടെ തുക 130 ഡിഗ്രിയാണെന്ന് പറഞ്ഞു. ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് പൊതുവായിട്ട് എങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ, ഒരു ത്രികോണത്തിലെ ഒരു കോണിൻ്റെ അളവ് 150 ഡിഗ്രിയിൽ നിന്ന് കുറച്ചാൽ മറ്റ് രണ്ട് കോണുകളുടെ തുക കിട്ടും. അതിനല്ല നമ്മൾ നേരത്തെ ചെയ്തത്. അവിടെ നമുക്ക് ഒരു ത്രികോണത്തിലെ 50 ഡിഗ്രി മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്നാണ് രണ്ട് കോണുകളുടെയൊക്കെ തുക എങ്ങനെ കണ്ടുപിടിച്ചത്? 150 നിന്ന് 50 കുറച്ച് 130 ആയിരിക്കും കണ്ടുപിടിച്ചത്. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു ത്രികോണത്തിൽ ഒരു കോൺ 60 ഡിഗ്രി ആണെങ്കിൽ ബാക്കി രണ്ട് കോണം എങ്ങനെ കണ്ടുപിടിക്കും? 150 നിന്ന് 60 ഡിഗ്രി മൈനസ് ചെയ്യുക. അപ്പോൾ 120 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ തുക. ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെയും തുക അപ്പോൾ എത്രയായിരിക്കും? അങ്ങനെ ഇപ്പോൾ രണ്ട് കോണുകളുടെ തുക നമ്മൾ പറഞ്ഞ രണ്ട് കോണുകളുടെ തുകയായിരിക്കും 120 എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെ തുക എത്രയാണ്? ഒരു സംശയവും വേണ്ട. എത്രയാണ്? 180. ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. USS പരീക്ഷ എഴുതുന്നവരൊക്കെ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യമാണ്. എന്ത്? ഏത് ത്രികോണത്തിലെയും കോണുകളുടെ എല്ലാം തുക എന്താണ്? 180 ആണ്. ഒരിക്കലും മറന്നു പോകരുത്. എല്ലാ ത്രികോണത്തിലെയും കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. ഇനി വേറൊരു കണക്ക് നോക്കാം. ഒരു മട്ടത്രികോണത്തിൽ ഒരു കോണ് 40 ആണെങ്കിൽ മട്ടമല്ലാത്ത മറ്റേ കോൺ എത്ര ഡിഗ്രിയാണെന്ന് ചോദിക്കുന്നുണ്ട്. മട്ടത്രികോണത്തിലെ ഒരു കോണ് 40 ആണെങ്കിൽ മട്ടമല്ലാത്ത മറ്റേ കോൺ, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒന്നും ചിന്തിക്കേണ്ട. ഒരു കോണ് 40 ആണെങ്കിൽ മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ ഒരു കോൺ എന്തായാലും 90 ആയിരിക്കും. അപ്പോൾ 90 40 കൂട്ടി എത്രയാണ്? 130. 150 130 കുറച്ചാൽ എത്ര കിട്ടും? 50 ഡിഗ്രി ആയിരിക്കും മറ്റേ കോണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? മട്ടമല്ലാത്ത കോണുകളുടെ തുക എത്രയാണ്? 150
90 അങ്ങ് കുറക്കാം. മട്ടമല്ലാത്ത കോണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരെണ്ണമാണ് 40. അപ്പോൾ മറ്റേ കോൺ എത്രയാണ്? 90 40 കുറച്ചാൽ 50. ഇവിടെ എങ്ങനെ 90 വന്ന് മനസ്സിലായോ? മട്ടമല്ലാത്ത കോണുകളുടെ തുകയാണ് പറഞ്ഞത്. ഒരു കോണപ്പം മട്ടല്ലേ, 90 അല്ലേ. അതുകൊണ്ടാണ് 150 90 കുറച്ചത് 90 കിട്ടിയത്. ഇനി വേറെ രീതിയിൽ പറഞ്ഞാൽ ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞത് 90 40 ആഡ് ചെയ്ത് 130 കിട്ടി. 150 50 കിട്ടി. ഇനി വേറൊരു കണക്ക് നോക്കാം. ഒരു ത്രികോണത്തിലെ ഒരു കോൺ എന്താ 72 ഡിഗ്രി ആണെങ്കിൽ മറ്റ് രണ്ട് കോണുകൾക്ക് ഒരേ അളവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കോണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരേ അളവ് എന്നല്ലേ പറഞ്ഞത്. ആദ്യം 150 72 മൈനസ് ചെയ്യുക, എത്ര കിട്ടും? 108. അപ്പോൾ അടുത്ത രണ്ട് കോണ് കാണാൻ പറഞ്ഞാൽ 108 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടും. എത്ര കിട്ടും? 54 ഡിഗ്രിയാണ് കോണെന്ന് കിട്ടും. ഇനി അപ്പോൾ ഇന്ന് പറഞ്ഞതിൽ പ്രധാനമായിട്ട് എല്ലാവരും ഓർമ്മിക്കുക, പ്രത്യേകിച്ച് USSR ഓർമ്മിക്കുക, ഏത് ത്രികോണത്തിലെയും കോണുകളുടെ തുക 150 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ചുവടെ കാണിച്ചിരിക്കുന്ന ചിത്രം വരയ്ക്കുക. ഈ അളവിൽ ചിത്രം വരയ്ക്കാനാണ് പറയുന്നത്. 5 സെൻറ്റിമീറ്റർ 40 ഡിഗ്രി 60 ഡിഗ്രി വരച്ച് നോക്കാം. ആദ്യം എന്താ സ്കെയിൽ വെച്ചിട്ട് 5 സെൻറ്റിമീറ്റർ ഒരു വര വരച്ചു. ഇനി ഇവിടെ പൊട്രേറ്റർ വെച്ചിട്ട് എത്ര എടുക്കണം? 40 ഡിഗ്രി എടുക്കണം. നോക്കാം. എന്താ 5 സെൻറ്റിമീറ്റർ ആദ്യം സ്കെയിൽ വെച്ച് വരച്ചു. പിന്നെ ഇവിടെ പൊട്രേറ്റർ വെച്ചിട്ട് 40 ഡിഗ്രി അടയാളപ്പെടുത്തി. എന്താ പൊട്രേറ്റർ വെച്ച് എന്ത് ചെയ്തു? 40 ഡിഗ്രി അടയാളപ്പെടുത്തി. അതിനുശേഷം ഇവിടെ പൊട്രേറ്റർ വെച്ചിട്ട് 60 ഡിഗ്രിയിലും വരച്ചു.